നിങ്ങൾ വാ. നീ ഇവിടെ നിൽക്ക്. എന്ത് കൊറിയർ ആയിരിക്കും അത്? ഒരു മിനിറ്റ്. ശരി. ചേച്ചി, എന്തു വേണം? ചേച്ചിക്ക് ഒരു കൊറിയർ ഉണ്ട്. ഞാൻ ഒപ്പിട്ട് കൊടുക്കാന്ന് പറഞ്ഞതാ. അപ്പോ ചേച്ചിയുടെ കയ്യിലെ തരുള്ളൂന്ന്. വരൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒപ്പിട്ട് തരാന്ന്. എവിടെ? വേണ്ട, ഇങ്ങോട്ട് തരൂ. താങ്ക്സ് മാഡം. പ്രിയപ്പെട്ട അഖിലാന്റിക്ക്, പ്രിയങ്കയെ തോൽപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലായിരിക്കും അല്ല എന്റെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഗംഗ ഈ നാഗമടത്ത് പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നിലെ ബുദ്ധി സമ്മതിക്കണം. തൃച്ചംബരത്തെ തകർക്കാനുള്ള നാഗമടത്തിന്റെ പദ്ധതികൾ പൊളിച്ചെങ്കിലും എന്റെ ഭാഷയിൽ പറഞ്ഞ പരാജയം ആന്റിക്ക് തന്നെ. വെറുമൊരു അടുക്കളക്കാരിക്ക് മുന്നിൽ പരാജിതയായി. ഒന്ന് പുറത്തു പോലും ഇറങ്ങാനാവാതെ പ്രൗഢിയും അന്തസ്സും നഷ്ടപ്പെടുത്തി വീട്ടുതടങ്കലിൽ കഴിയുന്നതാ പരാജയം. ശേഷിക്കുന്ന കാലം ചുവരുകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന് അവസാനം മതിഭ്രമം വന്ന് മുഴുഭ്രാന്തിയായിട്ട് മാറും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. രംഗം ഒന്ന് കണ്ണു നിറയെ കണ്ട് ആസ്വദിക്കാൻ നാഗമടത്തെ പ്രിയങ്കയും എത്തും. അതിനി അധികം സമയമില്ല. ശേഷം നേരും. വിശ്വസ്തയോടെ നാഗമടത്ത് പ്രിയങ്ക വർമ്മ. ചേച്ചി, ആരുടെയാ കത്ത്? ചേച്ചി ഈ മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടിയിരുന്നു. വല്ലപ്പോഴെങ്കിലും പുറത്തിറങ്ങു ചേച്ചി. അയ്യോ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ കൊറിയറുകാരന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആന്റി തന്നെയാ ഒപ്പിട്ട് കൊടുത്തതെന്ന്. അല്ലേ?
ആന്റി ഇരിക്കേ. അയ്യോ, അയ്യോ ആന്റി, സോറി ആന്റി. ആന്റി വരുന്നത് ഞാൻ കണ്ടില്ല. ദാസേട്ടാ, കാർ എടുക്കൂ. വിലാസിനെ, ചേച്ചി. ഞാൻ കമ്പനിയിലേക്ക് പോന്നു. ആ ശരി ചേച്ചി. ആന്റി, മാളത്തിൽ കയറി ഒളിച്ചിരുന്ന അഖിലയെ പുകച്ചു പുറത്ത് ചാടിച്ചത് പ്രിയങ്കയുടെ കത്ത. കത്തോ? ഏത് കത്ത്? ആ കൊറിയറുകാരൻ കൊണ്ടുവന്നത് പ്രിയങ്കയുടെ കത്ത. ഏതായാലും അഖിലാണ്ടേശ്വരിയെ പ്രിയങ്ക പുകച്ചു പുറത്ത് ചാടിച്ചത് വളർത്താനല്ല, തളർത്താനാണെന്നുള്ള കാര്യം ഉറപ്പാ. നീ വാ. അച്ഛൻ വരുന്നതിന് മുമ്പ് ഇതുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ല. അയ്യോ, ചേച്ചിയുടെ പുസ്തകം. ഓ, അച്ഛൻ എല്ലാം പൊളഞ്ഞു. എന്താടാ ബാഗില്? ആ അച്ഛാ, എന്റെ ഡ്രസ്സൊക്കെ അടുക്കി അലമാര വെക്കാൻ നോക്കുമ്പോഴേ അവിടെ നിറയെ ചേച്ചിയുടെ ഡ്രസ്സും സാരികളാ. ഇനി അതിൽ ഇവിടെ വച്ചതിന്റെ കാര്യം എന്താ? ഞാൻ അതിലൊരു ബാഗിലാക്കി വെച്ചു. അത് അച്ഛൻ കൊണ്ടു കൊടുക്കുന്നോ അതോ ഞാൻ കൊണ്ടു കൊടുക്കണോ? ഞാൻ കൊണ്ടു കൊടുക്കുന്നില്ല, നീ വേണം കൊണ്ടു കൊടുത്തു. പിന്നെ അവളുടെ ഡ്രസ്സും കൊണ്ട് തൃച്ചമ്പലത്തേക്ക് പോവല്ലേ? എന്തൊരു കഷ്ടാണിത്. അച്ഛൻ പറയുന്നോണ്ട് മാത്രമാണ് ഞാനിപ്പോ പോകുന്നത്. അനിയൻകുട്ടാ, എന്താ നീ ഇവിടെ നിന്ന് കളഞ്ഞത്? ഞാൻ ചേച്ചിയുടെ ഡ്രസ്സ് കൊണ്ടുവന്നതാ. നീ വാ, ചോദിക്കട്ടെ. വാ. ഹായ്, സൂപ്പർ. എന്ത് വലിയ മുറിയാ ചേച്ചി, നമ്മുടെ വീട്ടിനേക്കാൾ വലിയതാണല്ലോ ഈ മുറി. ഹായ്. ഞാനൊന്ന് കിടന്നോക്കട്ടെ ചേച്ചി. എന്ത് ചോദ്യം അനിയൻകുട്ടാ ഇത്? ചേച്ചിയുടെ മുറിയെന്ന് വെച്ചാ അത് അനിയൻകുട്ടന്റെ കൂടി മുറിയാ?
അയ്യോ എന്താണ് നിനക്ക് പറ്റിയേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യം കാണുന്ന പോലെ. തൃച്ചംബരത്തെ വലിയവന്റെ പെണ്ണായിട്ട് ചേച്ചി ഒരു രാജകുമാരി പോലെ ജീവിക്കണമെന്ന് എനിക്ക് വലിയ മോഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചല്ലോ. കൊള്ളാലോ. നീ എന്താ ഒരുമാതിരി രക്ഷകർത്താക്കളെ പോലെയൊക്കെ സംസാരിക്കുന്നു. എനിക്ക് ചേച്ചിയെ കാണണമെന്ന് തോന്നുമ്പോ ഇവിടെ വന്ന് കാണാൻ പറ്റുമോ ചേച്ചി? ഇതെന്ത് ചോദ്യാടാ? നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ആരും നിന്നെ തടയാൻ പോകുന്നില്ല. അല്ല, ഈ ഡ്രസ്സൊക്കെ അച്ഛൻ തന്നു വിട്ടതാണോ നീ എടുത്തിട്ട് വന്നാണോ? അച്ഛൻ തന്നു വിട്ടൊന്നും അല്ല ചേച്ചി, ഞാൻ എടുത്തോണ്ട് വന്നതാ. ഡ്രസ് മാത്രല്ല പുസ്തകങ്ങളും ഉണ്ട്. ഡ്രസ് കൊണ്ടുവന്നതിരിക്കട്ടെ, നീ എന്തിനാ പുസ്തകങ്ങൾ കൊണ്ടുവന്നത്? കല്യാണമൊക്കെ വന്നപ്പോ ചേച്ചിക്ക് ഒരു വക പഠിക്കാൻ പറ്റിയില്ല. ഓ, അടുത്ത മാസം എക്സാമാ, അതുകൊണ്ടാ ഞാൻ ബുക്സ് എടുത്തോണ്ട് വന്നത്. പരീക്ഷയുടെ കാര്യം വല്യ കുഞ്ഞു വരെ മറന്നു. പിന്നെന്തിനാ നീ ഇതൊക്കെ ഓർത്തു വെച്ചിരിക്കുന്നേ? ആര്? വല്യുഞ്ഞു മറന്നോ? എന്റെ ചേച്ചി ഈ പുസ്തകങ്ങളൊക്കെ എടുത്തോണ്ട് വരാൻ വല്യുഞ്ഞ എന്നോട് പറഞ്ഞത്. ഇനി സമയം കളയണ്ട, ചേച്ചി നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ നോക്ക്. ഞാനിവിടെ മാഡം എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുമെന്നുള്ള ടെൻഷനില്ല. പിന്നെ അതിനിടയില പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവണേ. അത് പോട്ടെ, നിനക്ക് വല്ലതും കഴിക്കണ്ടേ? പിന്നെ കഴിക്കണ്ടേന്നോ? വാ, നല്ല വിശപ്പ്. എന്നാ വാ. വാ. ഹലോ, എന്തെടുക്ക ഇവിടെ? അതോ, ഞാൻ എന്റെ ഭാര്യയുടെ ഡ്രസ്സൊക്കെ കബോർഡിലെടുത്ത് അടുക്കി വെക്കായിരുന്നു. കൊള്ളാം. എന്താ, എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അല്ല, വല്യുഞ്ഞ് എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യണേ? ദേ, മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ആളാ വല്യുഞ്ഞ്. ആണോ? നീ എന്താ പറഞ്ഞേ? മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ആളാണ് ഞാനെന്ന് അല്ലെ? എന്നാൽ അങ്ങനെയല്ല, അതിലും വലിയ വിലയാ ദേ നിന്നോടൊത്തുള്ള ഓരോ സെക്കൻഡുകൾക്കും. പിന്നെ ഈ അടുക്കളയിൽ കിടന്ന പാത്രങ്ങളോട് മല്ലടിച്ചോണ്ടിരിക്കുന്ന എനിക്കല്ലേ വേല? ഈ ഡ്രസ്സുകളുടെ കാര്യത്തിൽ പോലും നമ്മൾ പിരിഞ്ഞിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്റെ ഡ്രസ്സുകളോട് നിന്റെ ഡ്രസ്സുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്. ഈ വല്യുഞ്ഞിന്റെ ഒരു കാര്യം ഇങ്ങെടുക്ക, ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, തീർന്നു. അല്ല, ഇതൊക്കെ ആര് കൊണ്ടുവന്നു? നീ പോയിരുന്നു ഓട്ടോസില്? ഞാൻ പോയില്ല, വലിയ കുഞ്ഞിന്റെ കുഞ്ഞളിയും കൊണ്ടുവന്നതാ. അനിയും കൂട്ടുന്ന? അല്ല, അവൻ ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളോ? അവനെത്രേ കൊണ്ടുവന്നുള്ളൂ. എന്താ വലിയ? നഖം കടിക്കാതെ കൊച്ചു പിള്ളേരെ പോലെ.
അങ്ങനെയല്ലല്ലോ കല്യാണി ഞാൻ എന്റെ കുഞ്ഞളിയനോട് പറഞ്ഞത്. അവന്റെ ചേച്ചിക്ക് എക്സാം ആണ്, പഠിക്കാനുള്ള ബുക്ക് കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുവന്നില്ലേ അവൻ? ഇല്ല വല്യുഞ്ഞേ. ഓ, ചിലപ്പോ അവനത് മറന്നുപോയിട്ടുണ്ടാവും. ശരിയാ, ഈ ഇടയായിട്ട് അവന് വലിയ ഓർമ്മക്കുറവാ. ഇപ്പോഴേ അവന് ഓർമ്മ കുറവാ. ഭാവിയില് കളക്ടർ ആവാനുള്ള പയ്യനാ. നമുക്കവനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ആ, അല്ല, ഈ ബുക്സ് ഈ കബോർഡിൽ എങ്ങനെ വന്നു? ഓ, ചിലപ്പോ പറന്നു വന്നായിരിക്കും. വല്യുഞ്ഞേ, മനുഷ്യനെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. പുസ്തകം പറന്നു വന്നു അത്രേ. എനിക്കറിയാം, ഞാൻ വേറൊരു അടുക്കളക്കാരി പെണ്ണായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ. ഞാൻ പോവാ. നിക്ക്. ദേ, ഇങ്ങോട്ട് നോക്കിയേ. ഈ അടുക്കളക്കാരി പഠിച്ച് വലിയ ആളാവാൻ വേണ്ടിട്ടല്ലേ? അതെ, എനിക്ക് വയ്യ വല്യുഞ്ഞേ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ. ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് ഉറക്കം വരും. ആണോ? അവിടെ ഇരിക്കേ, ആ നോക്കട്ടെ. അയ്യോ, വാ, ഇവിടെ ഇരിക്കേ. വല്യുഞ്ഞേ. നെഞ്ചിന്നോരത്ത് എങ്ങോ നിന്നെ ഞാൻ തേടി, ആരും കാണാതെ നെഞ്ചിന്നോരത്ത് ഇന്നും നിന്നെ ഞാൻ തേടി. പുതുമഴതൻ കനവിതളിൽ എങ്ങോ നിന്നെ തേടി, നിറമുതിരും നിനവിതളിൽ എങ്ങെങ്ങോ തേടി. മഞ്ഞിൻ മലരായി പിന്നിൽ നിഴലായി ചിന്നും മഴയായി എന്നിൽ നീ. പെയ്യും മുകിലായി പുണരും നിമിഷം പകരാമോമൽ പ്രിയമധുരം, പ്രിയമധുരം. എന്താ കല്യാണി, നീ എന്താ നോക്കുന്നത്? അയ്യോ മാഡം, ക്ഷമിക്കണം. പെട്ടെന്ന് ആനന്ദ് സാറിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. അതാ പഴയ ഓർമ്മയിൽ പേര് വിളിച്ചു പോയത്. എന്താ, എന്തു പറ്റി എന്റെ സേവ്യരേട്ടന്? മാഡം ഇപ്പോ തൃച്ചംബരത്തെ ആനന്ദ് സാറിന്റെ ഭാര്യയാണ്. ഓ, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. അങ്ങനെയുള്ള മാഡത്തിനോട് ഞാൻ സേവ്യരേട്ടാ, എന്തൊക്കെയാ ഇത്? നീ നോക്ക്, ഞാൻ പഴയ കല്യാണി തന്നെയാ. തൃച്ചംബരത്തെ ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണി ദാസ്. എന്നെ സേവ്യരേട്ടൻ മാഡം ഒന്നും വിളിക്കാൻ പാടില്ല. ഇത്രയും നാളെ എങ്ങനെ വിളിച്ചിരുന്നോ അതുപോലെ വിളിച്ചോളാം, കേട്ടല്ലോ? പിന്നെ എനിക്ക് മാർക്കറ്റിലേക്കൊന്ന് പോണായിരുന്നല്ലോ. അതിനെന്താ, ദാസേട്ടനോട് ഇപ്പൊ കാർ എടുക്കാൻ പറയാം.
ദാസേട്ടൻ വന്നല്ലോ. ദാസേട്ടാ, കുഞ്ഞിന് മാർക്കറ്റിലേക്ക് ഒന്ന് പോണം. ദാസേട്ടൻ വണ്ടി എടുക്കുക. അതിനെന്താ? അച്ഛാ, സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണം.